മെഹ്റാജ് സ്പോൺസേഡ് ബൈ വോയിസ് ഓഫ് യൂത്ത്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ഇന്നത്തെ ജനസംഖ്യയിൽ നമ്മൾ മുന്നിലാണ്, എന്നാൽ കായികപരമായി നമ്മൾ ഏറ്റവും പിന്നിലാണ്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്പോർട്സ് ഒരു കലയായി അംഗീകരിക്കപ്പെടുന്നില്ല. ഇതിനെതിരെ യൂത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. കബഡി പ്ലെയർ ആണ്. കബഡി പ്ലെയർ ആണ്. ഓക്കെ, എങ്ങനെ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോ? അതെ, കളിപ്പിച്ച് നോക്കിയിട്ട് എടുക്കണം, സെലക്ട് ചെയ്യണം, അവരെ കഴിവുള്ളവരെ സെലക്ട് ചെയ്യണം. ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകുന്നുണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ല. നൽകുന്നില്ല. ഓരോ സ്ഥലത്തും ഗ്രൗണ്ട് വെച്ച് അവരെ കളിപ്പിച്ച് നോക്കിയിട്ട് ഇത് കഴിവുള്ളവരെ സെലക്ട് ചെയ്യിപ്പിച്ചാൽ കൊള്ളായിരിക്കും. ഇപ്പൊ ഈ ഗ്രൗണ്ട് ഒക്കെ അവൈലബിൾ ആണോ? കിട്ടുന്നുണ്ടോ? ഗ്രൗണ്ട് ഒന്നുമില്ല, നമ്മളവിടെ ഗ്രൗണ്ട് ഒന്നുമില്ല. ഈ ടർഫിൽ കളിക്കാൻ പൈസ കൊടുത്ത് കളിക്കണം, അല്ലാതെ ഗ്രൗണ്ട് ആയിട്ടൊന്നും തരുന്നില്ല. അവിടെ ഗ്രൗണ്ട് ഉള്ളിടത്തൊക്കെ അവർ വെട്ടി നികത്തിയിട്ട് ഓരോ കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഈ ഫിനാൻഷ്യലി താഴോട്ട് നിൽക്കുന്നവരപ്പോൾ കഴിവുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവരെ കളിപ്പിച്ച് സെലക്ട് ചെയ്യിപ്പിക്കണം. ഇതിനു വേണ്ടി ആരെങ്കിലും നിർമ്മിക്കണം, എന്ന് വെച്ചാൽ ഇത് നിയമിക്കണം, ഇത് കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കോച്ചായിട്ടുള്ളോ അങ്ങനെ കൊള്ളായിരിക്കും. കുട്ടികളെല്ലാം കളിപ്പിച്ച് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു കോച്ചിനെ നിർമ്മിക്കണം. പിന്നെ അത് മാത്രമല്ല, ഓരോ സ്ഥലത്തും ഗ്രൗണ്ട് വെച്ച് ഇപ്പോൾ നമുക്ക് PT എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അത് മാറ്റിയിട്ട് അല്ലാതെ വേറെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്യണം. മാത്രമല്ല PT പീരീഡ് ഒക്കെ വേറെ എന്തൊക്കെ വിഷയങ്ങളൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് എന്താ ഈ സ്പോർട്സിന് എന്തിനാണ് ഇങ്ങനെ അല്ലേ താഴ്ത്തി കാണിക്കുന്നത്? ആവശ്യം കുറച്ച് ഉയർത്തി കാണിക്കണ്ടേ? ഒരുപാട് കഴിവുള്ള കുട്ടികൾ അല്ലെ, പഠനത്തിൽ ചിലപ്പോൾ പിന്നോക്കാണെങ്കിലും അവർക്ക് കായിക കളിക്കാനുള്ള അവരൊക്കെ ഇപ്പം ഇത് ചെയ്യാത്തോണ്ട് തന്നെ അവർ വേറെ പലതിലോട്ടും പോകണുണ്ട്. ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാത്രം നമുക്ക് ഉയർന്നു വന്നാൽ പോരാ, അല്ലാതെ എന്താ പറയാ, സ്പോർട്സ് പലതരത്തിലും ഉണ്ട്. അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ നമ്മുടെ സർക്കാർ ആയാലും എല്ലാ തരത്തിലും? സർക്കാർ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ നാട്ടിലെ പല പ്രമുഖ സ്ഥാപനങ്ങളുണ്ട്, അവർ സ്പോൺസർഷിപ്പൊക്കെ ഏറ്റെടുക്കണം. പിന്നെ അതുമാത്രമല്ല, പഠിത്തത്തിൻ്റെ കൂടെ ഈ കുട്ടികൾ സ്പോർട്സിൽ വരുമ്പോൾ അവർക്ക് സംസ്ഥാന തലത്തിൽ ജോലി തീർച്ചയായിട്ടും കോട്ടയുണ്ട്. അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അപ്പോൾ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ TV കണ്ടു. കായിക താരങ്ങൾ സമരത്തിനിറങ്ങിയത്. പിന്നെ നാഷണൽ ലെവലിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോകുന്നവർക്ക് വേക്കൻസി കുറവാണ്. ജോലിയിൽ മാത്രമല്ല, പല കായിക ഫീൽഡിലും അവരെ ഏറെക്കുറെയൊക്കെ തഴയുന്ന മട്ടാണ്. നമ്മൾ ക്രിക്കറ്റിലായിരുന്നാലും ഫുട്ബോളിലായിരുന്നാലും അതുപോലെ മറ്റു കളികളിലായിരുന്നാലും. അപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ മാറ്റം വരണം. പിന്നെ ഇതിനകത്ത് സാമ്പത്തികം വലിയൊരു ഘടകമാണ്. അതെ, തീർച്ചയായും. കാരണം കഴിവുള്ള ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ജോലിക്ക് പോയിട്ടാണ് ആ കാശ് കൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബാറ്റ് വാങ്ങുക, ബോൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് തരാനുമില്ല. അപ്പോൾ അതിന് ഈ സ്പോൺസർമാർ കണ്ടെത്തുക. ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് പരിധി ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവർക്ക് കഴിയുന്ന സഹായങ്ങൾ, അതെ, കായികമായിട്ട് ഉള്ള ബാറ്റോ ബോളോ പിന്നെ ബൂട്ടോ അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്താൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഇടയ്ക്ക് പത്രത്തിൽ നമുക്കിപ്പം പാരീസ് ഒളിമ്പിക്സിൽ 140 കോടി ജനങ്ങൾക്ക് ഇത്ര മെഡൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് കുറച്ച് പ്രോത്സാഹന കുറവ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. കാരണം 140 കോടി ജനങ്ങളുള്ളടുത്ത് നമുക്ക് തുച്ഛമായ മെഡലേ കിട്ടിയിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ 140 കോടി ജനങ്ങൾക്ക് ഇത്ര മെഡൽ മതിയോ? നമ്മൾ എല്ലാവരും ചിന്തിക്കണം. ഗവൺമെൻറ് മാത്രമല്ല, നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ ചിന്തിക്കണം. കുട്ടികൾ കഴിവിൻ്റെ പരമാവധി. പിന്നെ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരു വിനോദമാണ്. തീർച്ചയായും. നല്ല മനസ്സിന് നല്ല ആരോഗ്യം വേണം, നല്ല ആരോഗ്യത്തിന് നല്ല മനസ്സ് വേണം. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യേണ്ടി വന്ന് ഇത് കളിക്കുന്നതാണ്. നമ്മുടെ പിള്ളേർ ഇവിടെ ഉദയസന്ദ്രയിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും വെൽഡർമാരാണ്, ഇരുമ്പ് പണിയുന്നവരാണ്. അപ്പോൾ ഇതൊരു വിനോദം, മനസ്സിനും സുഖം കിട്ടും, എൻ്റർടൈൻമെൻറ്റുമാണ്. മനസ്സിന് സുഖം ഉണ്ടാവും, ശരീരത്തിന് കുറേ കൂടെ വ്യായാമം ഉണ്ടാവും. PT കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ പുന്നമൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രൗണ്ട് ഇപ്പം ഇല്ല. ആ പ്രദേശവാസികൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ രാവിലെ എണീറ്റ് ഫുട്ബോൾ കളിക്കാൻ പോകും, വൈകിട്ടും പോകും. ഇപ്പോൾ മറ്റെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് ഗേറ്റിട്ട് മതിലൊക്കെ കെട്ടി അങ്ങനെ. യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് വേണം കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കായിരുന്നാലും ഗ്രൗണ്ട് വേണം. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള, അല്ലെങ്കിൽ മുതിർന്നവരായിരുന്നാൽ വ്യായാമം ചെയ്യാനായിട്ടുള്ള
ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പം ഗ്രൗണ്ട് കുറവാണ്. ഇതിപ്പം പൊതു ഗ്രൗണ്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് വേറെ ആരെയും പേടിക്കണ്ട, ധൈര്യമായിട്ടൊന്ന് കളിക്കാം, ഓടാം, എക്സർസൈസ് ഒക്കെ ചെയ്യാം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഇങ്ങനെ തന്നെ കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ഗ്രൗണ്ടല്ലേ, ഉണ്ടാവും. അവരതിനകത്ത് വേറെ മറ്റു ഡെവലപ്മെൻറ്റ് ചെയ്യാതിരുന്ന പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് കൗൺസിലർമാർ ഇടപെടണം. എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങോ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരിടപെട്ടത് തടയണം. ഈ എല്ലാ സ്കൂളുകളിലും PT പീരീഡ് സംഭവമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ പൊതുവേ എല്ലാ PT പീരീഡ് സമയത്തും സാറില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടീച്ചർമാർ ആ പീരീഡ് എടുക്കാറേ ഉള്ളൂ. അതേസമയം മാത്സോ കെമിസ്ട്രിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പീരീഡ് സബ്ജക്റ്റ് ഇല്ലാത്തപ്പോഴത്തേക്കും PT എന്തുകൊണ്ട് വിടുന്നില്ല? അവരത് മെയിനായിട്ട് നോക്കുന്നില്ല. ഇപ്പോൾ വീട്ടുകാരായാലും ശരി, ഉച്ചയ്ക്കൊക്കെ കളിക്കാൻ പോകുന്നു, ഞായറാഴ്ച കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇരുന്ന് പടി എന്നേ പറയുന്നുള്ളൂ. കാരണം അവർ ആ രീതിയിൽ ചിന്തിക്കണം, പഠിച്ചാൽ മാത്രമേ ഒരു ജോലി നേടുകയുള്ളൂ എന്ന രീതിയിൽ. സ്പോർട്സിൽ ലൈഫുണ്ട് എന്ന് ഇതുവരാരും ചിന്തിച്ചിട്ടില്ല. ആ ഒരു മാറ്റം വന്നാൽ മാത്രമേ, ഇപ്പം സ്വിമ്മിങ് അതുപോലെ സ്പോർട്സ് എടുത്താലും സാജൻ പ്രകാശ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകാർ എൻകറേജ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഹോമിൽ തന്നെ ആയിരിക്കും, എല്ലാത്തിൻ്റെയും ബേസിക്സ് ഹോമിൽ നിന്ന് തന്നെ ആയിരിക്കും. നമ്മൾ ഡിസിപ്ലിൻ ആയാലും എന്തായാലും ഹോമിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. പാരൻസിന് സപ്പോർട്ട് ഉണ്ടാണ്. പണ്ടത്തെ തലമുറ ആൾക്കാർ ഒരു കാഴ്ചപ്പാട് ഇപ്പം മാറി തുടങ്ങി. തീർച്ചയായും ഇപ്പോൾ ഒരുവിധമുള്ള പാരൻസ് കുട്ടികളുടെ സ്പോർട്സിലോട്ട് എൻകറേജ് ചെയ്യും. ഇപ്പോൾ സ്കേറ്റിംഗ് ക്ലാസ്സസ് കൂടി, അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ആയാലും എന്തൊരു തരം ആക്ടിവിറ്റീസ് ആയാലും ആവശ്യമുണ്ട്. ഇന്നത്തെ ഒരു ജനറേഷൻ അതൊക്കെ അറിഞ്ഞിരിക്കണമെന്നായി. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുവിധം അവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് പറ്റിയ തെറ്റെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിന് ആ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ നോക്കുള്ളൂ. പിന്നെ സ്പോർട്സ് മെയിനായിട്ട് നമ്മളെ ഒരു സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം നമ്മൾ സ്പോർട്സ് മിനിസ്റ്റർ നോക്കിയാലും വളരെ എൻകറേജ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ സ്പോർട്സിനെ പറ്റി അറിയാവുന്ന ഒരാൾ വേണം ആ ഒരു സ്പോർട്സ് മിനിസ്റ്ററിൽ നിൽക്കാൻ. പുള്ളി എന്തേലും ഒരു ഇവന്റിൽ പങ്കെടുത്ത ഒരാളായിരിക്കണം. അല്ലാത്തൊരാൾക്ക് അങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്ക് അറിയില്ല. ഇപ്പം നമ്മളെ ബേസിക് നീഡ്സ്, ഇപ്പം ഏതൊരു അത്ലറ്റ് ആയാലും പുള്ളിക്ക് ഒരു ബേസിക് നീഡ്സ്, സ്പോൺസർഷിപ്പ് കിട്ടാൻ വളരെ പാടാണ്. സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള കമ്പനീസ് വളരെ ഇതാണ്. അപ്പം അതൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കണം. കുട്ടികൾക്കും പല കഴിവുകളുണ്ട് കായികത്തിൽ. പക്ഷെ അതിൽ അവർ കുറച്ച് മാത്രമേ ഇപ്പം എന്താ പറയാ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് വിടുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് അതിനുള്ള എന്താ പറയാ ഫാമിലി കഴിവുണ്ടായിട്ടും ഫാമിലി അവർക്കുള്ള ആ ഒരു എന്താ പറയാ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും. ഫെസിലിറ്റീസ് ഇല്ലാത്തതെന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ക്രിക്കറ്റിൽ ഒരു കുട്ടിക്ക് ഒരു ഫ്യൂച്ചറുണ്ട്, പുള്ളിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്, ഓപ്പൺ മാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ എൻകറേജ് ചെയ്തപ്പോൾ നല്ലൊരു വീഡിയോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ വലിയൊരു കാര്യമാണ്. അത്യാവശ്യം ഇപ്പം നല്ല സ്വിംഗ് സ്കിൽസും എല്ലാം ഉള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ പേര് എന്നെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് തന്നെ. ഇപ്പോഴത്തെ കാലത്ത് നേരത്തെ അങ്ങനെ ചെയ്യാല്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം ക്രിക്കറ്റ് അഥവാ ഫുട്ബോൾ ആശ്രയിക്കുന്നെങ്കിൽ ടർഫുകൾ അത്ര, മറ്റുള്ള എല്ലാ ഗ്രൗണ്ടുകളും ഇപ്പം ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല ഗ്രൂപ്പ് അങ്ങനെ പ്രോജക്റ്റുകളുടെ മാറുകയാണ്. നാട്ടിൽ നമുക്ക് പറമ്പുകളുണ്ടായിരുന്നു, നമുക്ക് കളിക്കാൻ പണ്ടത്തെ സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പം വളരെ വളരെ വിരളമാണ്. എന്തായാലും ഇപ്പം ഏതൊരു ഇവൻ്റ് ആയാലും, ഹോക്കി ആയാലും ബാസ്കറ്റ് ബോൾ ആയാലും അതിന് സെപ്പറേറ്റ് ടർഫുണ്ട്. അപ്പം അതിനൊരു ചാർജ് ഉണ്ട്. അപ്പം അതൊരു രീതിക്ക് നല്ലതാണ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ബട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് അത് പാടാണ്. വേറെ ഒന്നും വേണ്ട, ഓപ്പൺ സ്റ്റേസ് അല്ലെങ്കിൽ ഓപ്പൺ എന്തെങ്കിലും ഒരു ഗ്രൗണ്ട്സ് ഉണ്ടായാൽ മതി. മുനിസിപ്പൽ സ്റ്റേഡിയം അങ്ങനെ നേറ്റിങ്ങിലുണ്ട്, അതുപോലെ ഓപ്പൺ മുനിസിപ്പൽ സ്റ്റേഡിയംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ബാക്കിയുള്ള പിള്ളേർക്ക് അവരെ കഴിവ് അവരെന്നെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. ഇപ്പം നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ബാറ്റ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ്ങിനുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഗോഗിൾസോ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അവർക്കുള്ള സാധനം വെച്ച് അവർ ഇമ്പ്രൂവ് ചെയ്ത് വന്നോളൂ. ബാക്കി അവരെ കഴിവാണ്. ഒരു നാഷണൽ അല്ലെങ്കിൽ സൗത്ത് സോണൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി സ്പോൺസേഴ്സ് കിട്ടുമെന്നതേ ഉള്ളൂ. ഒരുവിധം പാരൻസ് ഓപ്പൺ മൈൻഡഡ് ആണ്. എന്താണ് അവരുടെ ഐഡിയ എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു രീതിക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സസ് ഓപ്പൺ ആവുന്നത്, യോഗ അല്ലെങ്കിൽ എന്തൊരു രീതിയിലുള്ളതായാലും. സ്പോർട്സിന് മുൻനിർത്തി അല്ലേ മുന്നോട്ട് കൂടുതലായി മുന്നോട്ട് കൊണ്ടുവരും സർക്കാർ. അതിനുള്ള അല്ലേ അവരെന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. ബിക്കോസ് അവര് ഇപ്പം ഒരു ഡിസ്ട്രിക്ട് മീറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മീറ്റോ എന്തെങ്കിലും വെക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ അത്ലറ്റ്സ് എൻകറേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ സ്പോൺസർഷിപ്പോ വലുതായിട്ടൊന്നും വേണ്ട, ചെറിയ സ്പോൺസർഷിപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു ജില്ലയുടെ ഭാഗത്തുനിന്ന് ഒരു സ്പോൺസർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. തീർച്ചയായും. ഇത് മെഹ്റാജ് ടെക്സ്റ്റൈൽസിന്റെ ഒരു വൗച്ചർ കൂപ്പൺ ആണ്. ടർഫ് വന്നപ്പോൾ സമയത്ത് തന്നെ പലരും ഇപ്പൊ പറയുന്നത് പണ്ടത്തെ ഇപ്പൊ ഗ്രൗണ്ട് ഇല്ല എല്ലാ കാര്യങ്ങളും പറയുന്നു. പക്ഷേ ടർഫിലാണെങ്കിൽ തന്നെ കുട്ടികൾ പോയി കളിക്കാനുള്ള അവർക്കൊരു അവസരമായി ടർഫ് കൊണ്ട് വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാലത്ത് ഇഷ്ടം പോലെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പം സ്വകാര്യ വ്യക്തിയുടെ ആയിരിക്കും ഇപ്പോൾ ഈ ഗ്രൗണ്ടും കാണാം. അവിടെ ഇപ്പം
ബിൽഡിങ്ങും കാര്യങ്ങളും കെട്ടി അവിടെ കളിക്കാനുള്ള കളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാം ടർഫിന് ഇത് ചെയ്യുന്നത്. പക്ഷെ ടർഫിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സാമ്പത്തികം വലിയൊരു പ്രശ്നമാണ്. അതെ. എന്നാലും കുട്ടികൾ പൈസ കണ്ടുപിടിച്ച് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കുട്ടികൾ പൈസ സ്വരൂപിച്ച് വെച്ചിട്ടായിരിക്കും. ഒരു പക്ഷേ അവരുടെ ഫാമിലി നല്ല രീതിയിൽ ലോയസ്റ്റ് ആയിട്ട് കിടക്കുന്നവരായിരിക്കും, നല്ല കഴിവുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഗവൺമെന്റ് ചെയ്യണം. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കഴിവുള്ള ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഈ ഹോക്കി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കഴിവുള്ള ധാരാളം കുട്ടികളുണ്ട്. നമ്മളെ കഴിവിനെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണം. അത് ഗവൺമെന്റ് നല്ലൊരു ഇതെടുക്കണം, ഒരു പ്ലാറ്റ്ഫോം അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ടർഫിൽ കളി നടക്കുന്ന സമയത്ത് കുട്ടിയുടെ പൈസ കാണത്തില്ലായിരിക്കും കളിക്കാൻ. പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ കാര്യം ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും നാളെ ഒരു സമയത്ത് കേരള ടീമിന് വേണ്ടി കളിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരു ഗ്രൗണ്ടോ, ഗവൺമെന്റിൽ പഞ്ചായത്തിന്റെ തന്നെ ധാരാളം സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. അപ്പൊ സ്റ്റേഡിയം പോലെ ആ സ്ഥലങ്ങള് എല്ലാം റെഡിയാക്കി കുട്ടികൾക്ക് വേണ്ടി ഇമ്പ്രൂവ് ആയി വരുന്ന സമയത്തായിരിക്കും ചിലപ്പം പറഞ്ഞ പോലെ തന്നെ കേരള ടീമിൽ നാളെ ഒരു വ്യക്തിയായിരിക്കും. ഇപ്പം ഞാനോ ഇവനോ ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല, നാളെ കേരള ടീമിൽ കയറി മത്സരിക്കുക. കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ എന്തെങ്കിലും ചെയ്ത് ഒരു ഗ്രൗണ്ട് ആക്കിയിട്ട് പിള്ളേരെ എല്ലാം സ്വരൂപിച്ച് അവരുടെ ഏത് മേഖലയാണോ ഇതാവാനുള്ളതെന്ന് പറഞ്ഞാൽ ആ മേഖലയിലോട്ട് കളികളെല്ലാം ഇതായിക്കൊണ്ട് വരുവാണ് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുന്നത്. പഴയ കാലങ്ങളിലെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പം കൂടുതൽ ഒത്തൊരുമയില്ല പിള്ളേർ തമ്മിൽ. നേരത്തെ നമ്മുടെ സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി ഒരു 10-12 പിള്ളേർ ഒരുമിച്ച് കൂടി വൈകിട്ടൊരു സമയമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നത് ഗ്രൗണ്ടിൽ എല്ലാവരും കൂടെ കൂടി ക്രിക്കറ്റെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ അവർക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കളിച്ചിട്ട് വൈകിട്ട് എല്ലാവരും കൂടെ പിരിഞ്ഞു പോയി. അങ്ങനെ ആയിരുന്നു പണ്ടത്തെ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിള്ളേരെ തപ്പി പിടിക്കുക. കാരണം പിള്ളേരിപ്പോൾ ഫോണ് അങ്ങനെയുള്ള ഇതുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടാനാണ് മാക്സിമം നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് അതിൽ ഇടപെടണം. സ്പോർട്സ് നമ്മുടെ ആരോഗ്യത്തിന് മെയിൻ ഘടകമാണ്. ഇപ്പം ഒരു 20-25 വയസ്സാകുമ്പോഴേ പിള്ളേർക്കെല്ലാം ഓരോ അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിൽ അങ്ങനെയില്ല. കാരണം ഫുഡിന്റെ ഇതായാലും സ്പോർട്സിന്റെ കാര്യങ്ങളിൽ അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ട്. സ്പോർട്സിന്റെ ഇപ്പം നമ്മളിപ്പോൾ കൂടുതലും പൈസ കൊടുത്ത് ടെറഫിലാണ് സമയം ചിലവഴിക്കാൻ നോക്കുന്നത്. നേരത്തെ ഇപ്പം ഞായറാഴ്ചയെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ദിവസമെങ്കിൽ എല്ലാവരുടെ കൂടി കളികളെല്ലാം നടത്തി എല്ലാവരോടും ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ഇപ്പം ടെറഫിൽ പൈസ കൊടുത്ത് ഇപ്പം പൈസ ഇല്ലാത്തവർക്ക് അപ്പം ടെറഫിൽ കളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അവർക്കൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കണം. ക്രിക്കറ്റ് മേഖലകളിലായാലും അങ്ങനത്തെ ഗെയിം മാത്രം ഉയർന്നു വന്നാൽ മതിയോ? അല്ലാതുള്ള സ്പോർട്സ്, സ്വിമ്മിങ്, ഇങ്ങനത്തെ ഹോക്കി ഇപ്പൊ ഹോക്കിയൊന്നും പിന്നെ നമ്മൾ ഇവിടെ കേൾക്കാറ് പോലും ഇല്ല. അങ്ങനെ സ്വിമ്മിങ്, ഹോക്കി അങ്ങനെ ഇപ്പം മെയിനായിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ ആ ഒരു 2 ഗെയിംസ് ആണ് ഇപ്പൊ കൂടുതൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. കാരണം അതേനെ ഉള്ള ഒരു ഇതേ ഉള്ളു ഇവിടെ. ടെറഫിലാണേലും ഹോക്കിയൊക്കെ ഒന്നും അങ്ങനെ വലിയ പ്രാധാന്യമില്ല. ക്രിക്കറ്റും ഫുട്ബോളും ആണ് മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോക്കി ആയാലും ഇപ്പൊ കബഡി ഉണ്ട്, അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ, വടംവലിയുണ്ട്, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്. അതിലെങ്ങും ആരും അങ്ങനെ നോക്കുന്നില്ല. അതെ. അപ്പോ അത് മുന്നോട്ട് കൊണ്ടുവരണ്ടേ? ഒന്നെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് ഇടപെടണം, അല്ലെങ്കിൽ എല്ലാവരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെട്ട് കായികപരമായി അതെ സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഒക്കെ അതിനകത്ത് ഇടപെട്ട് അതെന്ത് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കായി ചെയ്തു കൊടുക്കണം. അല്ലെ, ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു. പുതിയ സ്പോർട്സ് സ്കൂളുകൾ തുടങ്ങണം. സ്പോർട്സ് സെൻ്റർ അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള GV രാജ പോലെയുള്ള സ്കൂളുകൾ ആരംഭിച്ചിട്ട് അതിലൂടെ കുട്ടികൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്പോൺസറിങ്, അല്ല ഏതെങ്കിലും നല്ല നല്ല കമ്പനിക്കാരെ കണ്ടിട്ട് ഇപ്പോൾ സ്പോൺസർ ചെയ്തിട്ട് അവരെ ആ നിലവാരത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ, അതുപോലെ അതിൻ്റെയോടൊപ്പം തന്നെ അവരുടെ പഠിത്തവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കൂടി അവർക്ക് മുൻഗണന കൊടുത്താൽ മാത്രമേ അവർ മുന്നോട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ കൂടുതൽ പേര് ഇപ്പോൾ സ്പോർട്സിലേക്ക് കടന്നു വരാത്ത അവരുടെ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടുമോ എന്നൊക്കെ ബാധിച്ചിട്ട് അവർ തീർച്ചയായിട്ടും അവരങ്ങ് അതിൽ നിന്ന് വീട്ടുകാർ ഒഴിവാക്കുന്ന ആ ഒരു കാരണത്തിലാണ്. സ്പോർട്സ് കഴിവുണ്ടായിരിക്കും, പക്ഷേ അവർ പഠിക്കുന്ന സ്കൂളിൽ ചിലപ്പോൾ അതിനുള്ള ചിലപ്പോൾ ഹൈ
സ്കൂളിലായിരിക്കും അവർ പഠിക്കുന്നത്, പക്ഷേ അവിടെ സ്പോർട്സിന് വേണ്ടിയുള്ള പ്രാധാന്യം കാണില്ല. അതെ അതെ പക്ഷെ അവർ അതിലേക്ക് കടന്നു വരുമ്പോഴേക്കും പാരൻസ് നോക്കുമ്പോൾ അവർ ഇത്രയും പൈസ മുടക്കിയിട്ട് അവർ പഠിപ്പിക്കുമ്പോഴേക്കും അത് ഈ കുട്ടികൾ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് വേണ്ടി പഠിത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കും എന്നൊക്കെ ഉള്ളൊരു ഭയമാണ്. അവയർനെസ് കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോർട്സും വിദ്യാഭ്യാസവും കൂടി ഒന്നിച്ച് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള അതിന് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് തന്നെയാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരേണ്ടത്. ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം. എന്നുവെച്ചാൽ ഈ പഠിത്തം പോലെ തന്നെയാണ് സ്പോർട്സിലൂടെ വന്നാൽ എനിക്കൊരു ലൈഫ് സെക്യൂരിറ്റി ആവുന്ന രീതിയിൽ ഒരു ജോബ് കിട്ടും എന്നൊരു ഉറപ്പ് വേണം. മറ്റൊരു എത്രയോ പേര് നമുക്കറിയാൻ പറ്റും, നല്ല പഴയകാലം ഒരുപാട് പ്ലേയേഴ്സുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ജോലിയൊന്നും ഇല്ലാതെ വല്ല ജോലി പെയിൻറ്റിങ്ങിനും അല്ലെങ്കിൽ മറ്റുള്ള കൂലിപ്പണിക്കും പോകുന്ന നല്ല നല്ല യൂണിവേഴ്സിറ്റി കളിച്ച പ്ലേയേഴ്സുകളുണ്ട്, അതെ അതെ കേരള കളിച്ച പ്ലേയേഴ്സ് വരെ ഉണ്ട്. അതെ. അതായത് ഇഷ്ടംപോലെ പ്ലേയേഴ്സ്. അപ്പോൾ അതൊക്കെ കണ്ടുവരുമ്പോഴേക്കും അടുത്ത തലമുറയ്ക്ക് അതൊരു ഭയമായിരിക്കും. അതെ, കാര്യം അതെ, വെച്ചാൽ ഈ അതെ. സ്പോർട്സിൻ്റെ കൂടെ പോയിട്ട് അവർക്ക് വീട്ടുകാർ ഇത് ലൈഫിൽ തന്നെയാണ് ഒരു എന്താ പറയാ ഉദാഹരണമായി ഉദാഹരണമായിട്ട് പറയുകയും ചെയ്യുന്നത്. കാരണം ചില കണ്ടില്ല, തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ കാണിച്ചിട്ട് അവൻ സ്പോർട്സായിട്ട് നടന്നിട്ട് അവൻ ഒരിടം എത്തിപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല നല്ല ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള അവർ ഈ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ അവർ വല്ല സ്റ്റേറ്റോ ഡിസ്ട്രിക്റ്റോ കളിച്ച് ജയിച്ച് കയറി വന്നാൽ അവർക്കൊരു ജോബോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനു വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്വയം തൊഴിലെങ്കിലും വരാനുള്ള ആ സ്പോർട്സിൽ നിന്നിട്ട് അവർക്ക് ഒന്നും ആവാൻ സാധിച്ചില്ലെങ്കിൽ അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടെങ്കിലും ഒരു മാർഗ്ഗം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്, ഇത് എന്തിനും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ. പിന്നെ സ്പോൺസേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരനുസരിച്ച് അത് ബിസിനസ്സാണ്. വലിയ വലിയ ഓരോ കമ്പനിക്കാർ വരുന്നുണ്ട്. കുറച്ച് നാൾ ഇപ്പോൾ ഗോകുലം പോലുള്ള ചില കമ്പനികൾ വരുന്നുണ്ട്. അവരൊക്കെ കുറച്ച് നാൾ വരുന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് അവർ മതിയാക്കി പോവുകയാണ് ചെയ്യണം. ഇപ്പോൾ പണ്ട് ഈ ടാറ്റയോ ടാറ്റയൊക്കെ ഭയങ്കരമായിട്ടുള്ള ടീമുകൾ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ തീർച്ചയായും അപ്പോൾ അതൊക്കെ ഇപ്പം അടച്ചു പൂട്ടിയിട്ട് അവരൊക്കെ ഇപ്പം അപ്പോൾ ആ ഒരു ജോലി തന്നെയാണ് മെയിൻ. അതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇതിലേക്ക് മുന്നിലോട്ട് ഇറങ്ങി വരത്തുള്ളൂ. ഒരു അതായത് ബിസിനസ് അല്ലേ അല്ലല്ല, ഈ ഏതെങ്കിലും പ്രൈവറ്റ് വലിയ വലിയ കമ്പനിക്കാർ, ഇപ്പോൾ ടൈറ്റാനിയം ഇതുപോലെയൊക്കെ ഉള്ള വലിയ വലിയ പണ്ടത്തെ കമ്പനിക്കാരിൽ അതിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരുപാട് പ്ലേയേഴ്സ് ഈ ഫുട്ബോളിലോട്ടും അതുപോലെ ക്രിക്കറ്റ് ആയാലും. ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ കളിച്ച് എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? അതെ അതെ വലിയ വലിയ ജോലിയും വളരെ കുറച്ച് പേരിങ്ങനെ കളിച്ച് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം ഏതായിട്ട് അങ്ങ് പോകുന്നു. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേയിലൊക്കെ വീണ്ടും വല്ലതുമൊക്കെ ജോലികൾ കൊടുക്കുന്നുണ്ട്. അത് അവർ കൊടുക്കുന്നത് വെച്ചാൽ സ്വിമ്മിങ്ങിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ആയാൽ മാത്രമേ റെയിൽവേയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ BSNL ഒക്കെ കിട്ടുന്നുള്ളൂ. അല്ലാത്തടത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയി വരാനില്ലല്ലോ. ഇപ്പം ഇത്രയും കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ കളിക്കുമ്പോൾ വളരെ ഒന്നോ രണ്ടോ കുറച്ച് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ട് കാര്യമില്ല. കാര്യമില്ല തീർച്ചയായും. കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ എങ്കിൽ മാത്രമേ നമ്മളെ സ്പോർട്സ് മുന്നിലോട്ട് കയറി വരത്തുള്ളൂ. സർക്കാരിനോട് മെയിൻ ആയിട്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? സർക്കാർ ഈ ആത്മാർത്ഥമായിട്ട് വരുന്ന പ്ലേയേഴ്സിന് അവർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അവർക്ക് പ്ലാറ്റ്ഫോം കൊടുക്കണം. അവർക്ക് അതുപോലെ അവർക്ക് സ്പോർട്സിലേക്ക് വരുമ്പോഴേ ജോബ് ഫെസിലിറ്റി മാത്രമല്ല, അവർ സ്പോർട്സിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ആ സ്പോർട്സ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്ലേയേഴ്സിന് കിട്ടുന്നത് ഇപ്പോൾ എല്ലാവരും TV കാണുന്നവരാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിന് കിട്ടുന്നതായിട്ടുള്ള രീതിയിലുള്ള ഫെസിലിറ്റി കൊടുക്കണം. നല്ല നല്ല അവർക്ക് ഉപയോഗിക്കാനുള്ള ഷോർട്സ് ആയാലും അവർക്ക് ഷൂ ആയാലും അതിനുള്ള ഇതെല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള ഒരു രീതിയിലാണ്. നല്ല ഫുഡ് പോലും ഇല്ല. സ്പോർട്സിൽ അധികം കടന്നു വരുന്നവരൊന്നും നല്ല സാമ്പത്തികം, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ വരുന്നവർ വല്ല ക്രിക്കറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ വിംബിൾട്ടണിലോ അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ. കുറച്ച് ബാക്കി സാധാരണ ലെവലിലുള്ളവരൊക്കെ വരുന്ന ഗെയിമുകൾക്കൊന്നും വലിയ പ്രാധാന്യങ്ങളൊന്നും വീട്ടുകാരും വലിയ സാമ്പത്തികമായിട്ട് മുടക്കിയൊന്നും കൊണ്ടുവരത്തക്ക സംവിധാനങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള സ്പോർട്സ് ഇന്ത്യൻ സ്പോർട്സും വളർന്നു വരുമായിരിക്കും. അതെ, ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ കാരണം നമുക്കിപ്പം ISL തന്നെ ആയാലും ഇപ്പം നമുക്ക് കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. CK വിനീത്, പിന്നെ നമുക്ക് ജോബി ജസ്റ്റിൻ, അങ്ങനെ കുറേ പ്ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അവരെ കഴിവ് തെളിയിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഇവരെ നമ്മൾ ഇന്ത്യൻ ടീംസിലൊന്നും കാണാനില്ല. അപ്പം കുറച്ച് നമ്മുടെ ഈ ഏരിയയിലെല്ലാം ഒരു അക്കാഡമിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ടാലൻറ്റിനെയും പ്ലേയേഴ്സിനെയും കിട്ടാൻ നല്ല ചാൻസാണ്. അപ്പം നമ്മുടെ ഒരു ടീം സെറ്റ് ചെയ്യാനും പറ്റും, നമുക്ക് ഇന്ത്യ വികസിക്കാനും പറ്റും. സ്പോർട്സ് ഫീൽഡിൽ അതെ കായികപരമായിട്ട് വികസിക്കാൻ പറ്റും. ഒരുപാട് ഇനിയും ഉയർന്നു വരാനുണ്ട്. ഒരുപാടുണ്ട്. കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനെയായിട്ടുള്ള അക്കാഡമി ഉണ്ട്. അപ്പം അവർ തന്നെ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മളെ ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് അങ്ങനെയായിട്ടുള്ള ഒരു സൗകര്യവും ഇല്ല. അപ്പം നമ്മളെല്ലാവരും കലാകാര്യമായിട്ട് കളിക്കുന്ന പിള്ളേരാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള സഹായവും കാര്യങ്ങളും സ്കോളർഷിപ്പോ അതല്ലെങ്കിൽ ഒരു സ്പോർട്സ് സ്കൂളോ
അല്ലെങ്കിൽ അക്കാഡമിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിരിക്കും. നമുക്ക് ഈ ഇടയ്ക്കും എന്തോ ന്യൂസ് ഉണ്ടായിരുന്നു, സച്ചിൻ്റെ മോൻ എന്തോ എടുത്തായിരുന്നു, സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ വേറെ ഇതിൻ്റെ കൂടെ നല്ലോണം കളിക്കുന്ന ഏതോ പയ്യനെ എടുത്തിട്ടില്ല എന്നിട്ടുള്ള ന്യൂസ് വന്നായിരുന്നു. റൂമേഴ്സ് ആയിരിക്കാം, പക്ഷേ ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് പൊതുവേ. കാരണം ഇപ്പം നമ്മൾ സെലക്ഷന് പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു സെലക്ഷന് പോയി കഴിഞ്ഞാലും ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി കണക്ഷൻ ആയിട്ടുള്ള ആണെങ്കിൽ കൂടുതലും അവിടെ കൊണ്ടുവന്ന് നല്ല വിദേശത്തുള്ള കോച്ചുകളെ കൊണ്ട് പരിശീലിച്ച് നല്ല നല്ല ടീമിനോട് മത്സരിപ്പിക്കാൻ വിട്ടുകൊടുക്കുക. ഇവിടുത്തെ കായിക മന്ത്രി പോലെ നല്ല മന്ത്രിമാരുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ കായിക മന്ത്രി അർജന്റീനയായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള കളിക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പത്രത്തിൽ ടി വിയിൽ വായിക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കും കളിക്കാൻ പോകുന്ന കൊച്ചുങ്ങൾക്കും എക്സ്പീരിയൻസും നല്ലൊരു ഈ നമ്മൾ പണ്ടേ പോലെ ചെറിയൊരു മെച്ചൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി സ്വിമ്മിങ്ങും അതുപോലെ തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോളും ക്രിക്കറ്റ് പിന്നെ ബാസ്കറ്റ് ബോൾ അതൊക്കെ ഇത്തിരി ബാക്ക്ലോട്ടാണ്. ചെയ്യേണ്ടത് നമ്മുടെ സർക്കാർ തന്നെയാണ് മുന്നിട്ടെടുക്കേണ്ടത്. എല്ലാം ഈ സർക്കാരും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. Really bad that very few people are representing Olympics. Yes. Here we have huge population, around 140 crore of people, but very few are representing our nation. It is very sad. So it will be good if our parents, especially parents at the school level, if they encourage, there is a chances that we can perform well. And also, and politicians and this system, government, Yes, whatever is their government, it will be good if government also encourage sports people more. Yeah, recently I heard that cricket also included in Olympics 2028. Okay. Yeah, definitely we can have a medal there. We have talent here. India has talent. India has talent. But support we need. No sponsors. Yeah, sponsors. Yeah. And government especially. Government and parents also need to support our players. At the school level, it will be good. If you see China, same population almost. Yeah. But they have huge number of medals. Yeah. But Why they encourage sports more rather than India? ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.